പ്രിയപ്പെട്ടവരെ, പയ്യന്നൂർ മേഖല ആതിഥ്യപരുളുന്ന ഡിജിറ്റൽ നാടക മത്സരത്തിൻ്റെ 2ാം ദിനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഡിജിറ്റൽ നാടക മത്സരം ഒരു ബദൽ മാർഗമായിട്ടല്ല മുന്നോട്ട് വെക്കുന്നത്. കോവിഡ് മഹാമാരി സൃഷ്ടിച്ച പ്രതിസന്ധിയിൽ നിന്നും അതിജീവനത്തിൻ്റെ പാത കണ്ടെത്തുന്ന നാടകക്കാർക്കും നാടകത്തിനും വേണ്ടിയുള്ള പുതിയൊരു മാധ്യമമായിട്ടാണ് ഡിജിറ്റൽ നാടകങ്ങൾ മുന്നോട്ട് വരുന്നത്. നമ്മുടെ നാട്ടിലുള്ള ഇത്രയും കാലം നിർജ്ജീവമായിരുന്ന പല കലാസമിതികളും ഇത്തരത്തിൽ ഡിജിറ്റൽ നാടകങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ഏതായാലും ഡിജിറ്റൽ നാടക മത്സരത്തിൻ്റെ 2ാം ദിനമായ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്ന 4 നാടകങ്ങളാണ്. 1 കോറസ് മാണിയാട്ട് അവതരിപ്പിക്കുന്ന വെളിച്ചപ്പാട്, 2 ഫ്രണ്ട് സ്റ്റേജ് പയ്യന്നൂർ അവതരിപ്പിക്കുന്ന അരനാക്ക്, 3 പ്രതിഭാ ബാലവേദി കാസർഗോഡ് അവതരിപ്പിക്കുന്ന വെയ്രാജാവൈ, 4 AKG പാപ്പിനിശ്ശേരി അവതരിപ്പിക്കുന്ന പാഠം 2 അരങ്ങ്. ഈ 4 നാടകങ്ങളാണ് ഇന്നിവിടെ പ്രദർശിപ്പിക്കുന്നത്. ഈ നാടക മത്സരത്തിൻ്റെ 2ാം ദിനമായ ഇന്ന് മുഖ്യാതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് നാടകിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പി രഘുനാഥനാണ്. അദ്ദേഹത്തെ ഈ നാടക മത്സരത്തിലേക്ക് സ്വാഗതം ചെയ്യും. പ്രിയമുള്ള നാടക സുഹൃത്തുക്കളെ, നാടകാസ്വാദകരെ, കേരളത്തിലെ നാടകപ്രവർത്തകരുടെ സംഘടനയായ നാടക് പയ്യന്നൂർ മേഖല സംഘടിപ്പിക്കുന്ന ഡിജിറ്റൽ നാടക മത്സരത്തിൻ്റെ 2ാം ദിവസമായ ഇന്ന് 4 നാടകങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നു എന്നറിഞ്ഞു. നാടക് കേരളത്തിലുടനീളം എല്ലാ മേഖലകളിലും ഇതുപോലെ പല പല പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലത്ത് തലശ്ശേരി മേഖല ഡിജിറ്റൽ നാടക മത്സരവും നാടകപ്പനി എന്ന പരിപാടിയും നടത്തിയിരുന്നു. തളപ്പറമ്പ് മേഖല നാടക ഗാന മത്സരം നടത്തിയിരുന്നു. അങ്ങനെ കേരളത്തിലെ എല്ലാ മേഖലകളിലും ഇതുപോലെ പരിപാടികൾ നടത്തിക്കൊണ്ടാണ് നാടക് ഈ ലോക്ക്ഡൗൺ കാലം പിന്നിട്ടത്. നാടക് ഇത് മാത്രമല്ല നടത്തുന്നത്. സംസ്ഥാനാടിസ്ഥാനത്തിൽ പഠന ക്ലാസ്, അതുപോലെ നമ്മുടെ സ്ക്രിപ്റ്റ് ബാങ്ക് തുടങ്ങി നിരവധി പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു, പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ചിലത് ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ട്. നാടക പഠന ക്ലാസ് നിർത്തിവെച്ചത് അടുത്ത മാസം തൊട്ട് തുടങ്ങുകയാണ്. അടുത്ത മാസം ആദ്യവാരം തുടങ്ങുകയാണ്. അതുപോലെ തന്നെ മേഖലകൾ, എല്ലാ മേഖലകളും തന്നെ അവിടുത്തെ ബുദ്ധിമുട്ടുന്ന കലാകാരന്മാർക്ക് സാമ്പത്തിക സഹായമോ കിറ്റോ അങ്ങനെ കൊടുത്തുകൊണ്ട് അവരെ ഒരു പരിധിവരെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലവർക്കെങ്കിലും നമ്മളോട് ആക്ഷേപം പറയാറുണ്ട്, നാടക് എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്തു. വാസ്തവത്തിൽ ഈ കാര്യങ്ങളൊന്നും പരസ്പരം അറിയാത്തതുകൊണ്ടല്ല. ഇതിനു മുമ്പ് ഇത്തരം ഒരു അനുഭവം നമുക്കുണ്ടായിട്ടേ ഇല്ല. ഒരു നാടകക്കാരൻ ബുദ്ധിമുട്ടുമ്പോൾ ആരെങ്കിലും പരിചയക്കാരോ സഹായിക്കും എന്നല്ലാതെ ഒരു സംഘടന എന്നുള്ള നിലയിൽ ഒരു ഒത്തൊരുമയോടെ അവരെ സഹായിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട പരിഹാരം കണ്ടെത്തുക എന്നൊക്കെ പറയുന്ന ഒരു പ്രശ്നം മുമ്പ് ഉണ്ടായിട്ടേ ഇല്ല. അത് തീർച്ചയായും നമ്മുടെ സംഘടന ഉണ്ടായതിനു ശേഷം ഉണ്ടായ ഒരു പ്രതിഭാസമാണ്. അതുപോലെ തന്നെ മറ്റ് ജില്ലകളിലെ നാടക പ്രവർത്തകരെ നമ്മൾ അറിയുന്നു, അവരുടെ പ്രശ്നങ്ങൾ അറിയുന്നു, നമ്മുടെ പ്രശ്നങ്ങൾ അവരറിയുന്നു. അവരുണ്ടാക്കുന്ന നാടകങ്ങൾ നമ്മൾ കാണുന്നു, നമ്മളുണ്ടാക്കുന്ന നാടകങ്ങൾ അവർ കാണുന്നു. നമ്മൾക്ക് പരസ്പരം അറിയാനും അവരെ ആ അറിവ് പരസ്പരം വികസിപ്പിക്കാനും മാനസിക ഐക്യം ഉണ്ടാക്കാനും സഹായിക്കുന്ന വലിയൊരു നെറ്റ്വർക്കാണ് നാടക് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഈ സംഘടന ഉണ്ടായതിനു ശേഷമാണ് ഇത്തരം ഒരുപാട് ഞാൻ പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ ഇവിടെ പയ്യന്നൂർ മേഖല സംഘടിപ്പിക്കുന്ന ഈ ഡിജിറ്റൽ നാടക മത്സരത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രത്യേകിച്ച് സംസ്ഥാന കമ്മിറ്റിയുടെ
ആശംസകൾ നേരുകയാണ്. അതുപോലെ ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. നിന്റെ പ്രീതിക്ക് വേണ്ടി എന്റെ ചോര കുടിച്ചാടി. പ്രീതിപ്പെട്ടില്ലേ? പ്രീതിപ്പെട്ടില്ലേ? പ്രീതിപ്പെട്ടുവല്ലേ? നിന്റെ ആ ചിരി, നിന്റെ ചുണ്ടിൽ തെളിഞ്ഞു കാണുന്ന ആ ചിരി, ഈ വെളിച്ചപ്പാട് കാണുന്നു, അതെന്റെ ഉള്ളിൽ നടക്കുന്നു. എന്നാ ഒന്ന് ചോദിച്ചോട്ടാ, നാടുണ്ടാ? നാടുണ്ടാ ഇരിക്കാൻ? വീടൊരുത്തം നെഞ്ചു കീറി നിലവിളിക്കുമ്പോ, അകന്നോ വകറ്റാൻ തുറന്നോ വിൽക്കുമ്പോ, കണ്ണീരൊതുക്കാൻ ചോര ഒഴിക്കുമ്പോ, അതൊക്കെ കണ്ടു ചിരിക്കാൻ നാടുണ്ടോന്ന്? എന്താ മിണ്ടാത്തേ? ഓ, മന്ത്രധ്വനികളിലും ആവാഹനത്തിൽ കെട്ടിപ്പൂട്ടി ഇരിപ്പല്ലേ? 3 നേരം വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി നിഷ്ഠാനം ഭജിച്ച് യഥായാമങ്ങൾ രമിച്ച് കഴിയുകയല്ലേ? എന്നിട്ടിപ്പോ അകന്നോകുന്നോ അലറുമ്പോ ചിരിക്കുന്നത് കാണുമ്പോ ഓക്കാനം വരുന്നു. ഓക്കാനം, ഈ ഓക്കാനം നിനക്കല്ലാതെ, നിന്റെ മുഖത്തല്ലാതെ പിന്നെ ആർക്ക്? എന്താ ഇത് വെളിച്ചപ്പാട്? ദൈവത്തിന്റെ നേരത്തെ തുപ്പി. ഇതൊന്നും അങ്ങനെ വിടാൻ പറ്റില്ല. മരിച്ചുതാ കേക്കണേ. വെളിച്ചപ്പാട് മനുഷ്യൻ, ഞാൻ നിന്നിൽ ആവാഹിച്ചാൽ മാത്രം ദൈവത്തിന്റെ പ്രതിപുരുഷനാകുന്ന മനുഷ്യൻ. നീരിലും പാലും നെയ്യിലും നീരാടുന്ന എന്നെ കണ്ണപ്പള്ളികളിൽ മന്ത്രധ്വനികളും സംഗീതവും മാത്രം കേൾക്കുന്ന എന്റെ മുഖത്ത് സവർണൻ പ്രതിഷ്ഠിച്ച എന്റെ മുഖത്ത് ഈ അഹന്തയ്ക്ക് നിന്റെ ശരീരത്തിലെങ്കിൽ കരുത്തെന്തിന് ദൈവത്തിന്? നൃത്തമാണ് ഞാൻ നടത്തിട്ട് മനുഷ്യ സംഹാരം. മുഴങ്ങട്ടെ മന്ത്രധ്വനികൾ. നൃത്തമാണ് ഞാൻ നടത്തട്ടെ മനുഷ്യ സംഹാരം. മുഴങ്ങട്ടെ, മുഴങ്ങട്ടെ വാദ്യഘോഷങ്ങളെന്ന്. മുഴങ്ങില്ല. മറ്റിൽ തൂങ്ങിയാടുന്നുണ്ട് ചെണ്ടയും മെലത്താളവും കൊമ്പുക്കുഴലും. മുഴങ്ങില്ല, കാരണം മുഴക്കാൻ മനുഷ്യനില്ല. പള്ളിവാടകയിൽ നിൽക്കുന്ന എന്റെ ദൈവത്തിനൊന്ന് ഉറഞ്ഞാടാൻ മനുഷ്യൻ കനിയണം. പരിഹസിക്കണ്ട. നിർത്തുന്നതിന്റെ പരിഹാസം, അതിര് കടക്കുന്നതിന്റെ പരിഹാസത്തിന് നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. എന്നിട്ട് നാവ് പിഴുതെറിഞ്ഞാലും നാവുണ്ടായിട്ട് നിശബ്ദനായിരിക്കുന്ന ദൈവത്തെ പോലെയാകും ഞാനെന്ന് കരുതുന്നുണ്ടോ? നാവ് പിഴുതെറിഞ്ഞാൽ തൊണ്ടയിലെ അപശബ്ദങ്ങളെ പോലും അന്വർത്ഥമാക്കും വിധം ഞാൻ എന്റെ വായ നാക്കാക്കും, എന്റെ കണ്ണു വാക്കാക്കും, കൈകാലുകൾ അത് ഭാഷയാക്കും. ഈ ശരീരം അതൊരു ആയുധമാക്കും. എന്താ ഇതൊക്കെ? എന്താ ഇതൊക്കെ? ഒരു ഭാഗത്ത് കനകകൊട്ടാരങ്ങളും മറുഭാഗത്ത് ചിതൽപ്പുറ്റുകളും, ഒരു ഭാഗത്ത് വിശ്വനാഥന്മാരും
മറുഭാഗത്ത് നിർദ്ധന ചെറുക്കനും. എന്താ ഇതൊക്കെ? ചോദിച്ചിട്ടില്ലേ? എന്താ ഇതൊക്കെ? എന്താ അത്? കൃതങ്ങൾ ഹേതു, സുഹൃതം ദുഷ്കൃതം. സുഹൃതകർത്താക്കൾക്ക് കനക കൊട്ടാരങ്ങൾ, ദുഷ്കൃതകർത്താക്കൾക്ക് ചിതൽ പുറ്റുകൾ. ദൈവങ്ങൾ, വേദങ്ങൾ അങ്ങനെ പറയുന്നു. കേൾക്കാൻ നല്ല പാങ്ങുണ്ട്. ന്യായീകരിക്കാൻ ദൈവത്തിനും വേണം മനുഷ്യൻ പടച്ച വേദങ്ങൾ. പറഞ്ഞില്ലേ കനക കൊട്ടാരങ്ങളിലെ സുഹൃതങ്ങളെ കുറിച്ച്? മണ്ണ് വിറ്റും പെണ്ണ് വിറ്റും അന്യന്റെ കിനാവ് വിറ്റുമാണ് അവർ സ്വർണ്ണത്താരത്തിൽ ഉള്ളതും സ്വർണ്ണക്കട്ടിൽ ഉറങ്ങുന്നതും. കണ്ടിട്ടുണ്ടോ അവരുടെ നെഞ്ചു വീഴുന്ന വേദന? തൊട്ടറിഞ്ഞിട്ടുണ്ടോ അവരുടെ കണ്ണുനീർ? പഠിപ്പിക്കണ്ട, ഒക്കെ നാം കാണുന്നുണ്ട്. ഈ മുഖത്തെ കണ്ണുണ്ടോ? അമ്പലനടയിൽ വന്ന് ഭണ്ഡാര സമർപ്പണം നടത്താത്ത എത്ര പേരുടെ നിലവിളി നിങ്ങൾ കേട്ടിട്ടുണ്ട്? എന്റെ ദൈവമേ, നാലക്ക സംഖ്യയിൽ തെളിയുന്ന വഴിപാടിനും 4 വഴിപാടിനും 4 നിങ്ങളുടെ അനുഗ്രഹം. കണ്ടിട്ടുണ്ടോ നെഞ്ചു വിങ്ങുന്നവന്റെ വേദന? പട്ടിണി കിടന്ന് വളഞ്ഞപ്പോ അങ്ങനെ കീറിപ്പായ വിരിച്ചു കൊടുത്ത എന്റെ മാധവിയുടെ കണ്ണുനീര് കണ്ടിട്ടുണ്ടോ? കുഞ്ഞുങ്ങൾ കണ്ണുമുട്ടാൻ ഗതിയില്ലാതെ സ്വന്തം പാല് വ്യഭിചരിക്കുന്നത് കണ്ട ഈ വെളിച്ചപ്പാടിന്റെ നോവ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഇവിടെയില്ലാത്ത 10,000 നിത്യരോഗികൾ, കോടാനുകോടി മനുഷ്യർ, പണച്ചാക്കുകൾക്ക് മുന്നിൽ മാനം വിൽക്കേണ്ടി വരുന്ന പെൺകുട്ടികൾ, കരുതുള്ളിയ പ്രകൃതിക്ക് മുന്നിൽ മുട്ടുതുള്ളി പോലും നഷ്ടപ്പെട്ടവർ. കണ്ടിട്ടുണ്ട് അവരുടെ മുഖത്തെ രോദനം? തൊട്ടറിഞ്ഞിട്ടുണ്ട് അവരുടെ കണ്ണുനീർ? എന്നിട്ടെല്ലാം അറിയാമോ? മതി, ഞാൻ വെറും ദൈവം, വിധാതാവിന്റെ വികൃതികളിൽ നിന്ന് മാത്രം പഠിപ്പിക്കാൻ പഠിച്ച വെറും ദൈവം. ഞാൻ ബന്ധനസ്ഥനാണ്, ലഹരിയിലാണ്, ദുഷ്ടാനം കഴിച്ച് വ്യായാമമില്ലാതെ കൊഴുപ്പടിഞ്ഞുകൂടി ഒരു മാംസപിണ്ഡമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. മാംസപിണ്ഡം? അതെ, പ്രളയം വന്ന് ഈ നാട് മുക്കിയപ്പോ നീരിലും പാലിലും മാത്രം നീരാടുന്ന ഞാൻ കുളിച്ചു നിൽക്കുമ്പോൾ ജാതിയും മതവും നോക്കാതെ മനുഷ്യൻ അമ്പലം വൃത്തിയാക്കാൻ വന്നപ്പോ ഞാൻ പഠിച്ചു ഞാൻ വെറും നിസ്സാരനാണെന്ന്. മന്ത്രബന്ധങ്ങളാൽ ബന്ധിതനാണ് ഞാൻ. എനിക്കറിയില്ല എന്റെ ശക്തി എവിടെയാണ് ചോർന്നു പോയതെന്ന് എനിക്കറിയില്ല. വെളിച്ചപ്പാടെ എന്റെ ദൈവമേ, ഉള്ളിലോ അറിയാതെ പറഞ്ഞുപോയി. ഓർക്കണം. എനിക്ക് മനുഷ്യനാകണം, എനിക്ക് മനുഷ്യനാകണം. അതെ, ദൈവത്തിന് പോലും രൂപവും ഭാവവും കരുത്തും നൽകുന്ന മനുഷ്യനാകണം. അന്യന്റെ വേദനകൾ തിരിച്ചറിയുന്ന മനുഷ്യനാകണം. സ്വന്തം മുതുക് അന്യന് ചവിട്ടുപടിയാക്കുന്ന മനുഷ്യനാകണം. മണ്ണിൽ വിത്തറിയുന്ന മനുഷ്യനാകണം. എനിക്ക് മനുഷ്യനാകണം. ഭക്തജനങ്ങൾക്കും വേണ്ടി മാത്രം എന്റെ തല പൊത്തിപ്പൊളിക്കാൻ ഞാൻ ഉപയോഗിച്ച ഈ പള്ളിമാർ ഞാൻ ആദ്യമായി മണ്ണിൽ കുത്തിയിറക്കുന്നു. ഈ കുത്തുവിളക്കിന്റെ മുഖം ഒരായുധമാക്കുന്നു ഞാൻ.
മുഴുനാക്കുള്ളവർക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഒരു മുഖവരിയുമില്ലാതെ അരനാക്ക്. ജാതിയിലുന്നതൻ, രാജ്യം ഭരിക്കുന്നവൻ, ഞാൻ ആരുടെ കൂടെ കിടക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ഞാൻ കിടന്നിട്ടുണ്ട്. നിന്നല്ലേ നീ
ഇല്ലാത്ത, സ്വന്തമായ ഒരു മേൽക്കൂര പോലും ഇല്ലാത്ത നീ കൊണ്ടുപോയി കത്തിച്ച് കളഞ്ഞേക്ക്. പെണ്ണുങ്ങളെ നിങ്ങൾ കൊന്നു തള്ളി. നിങ്ങൾ ഞങ്ങളുടെ കുലം ചുട്ടരിച്ചു. പിടഞ്ഞു വീണ മണ്ണിൽ നിന്നും ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും.
വേലിക്കൽ നിന്നവനെ കൊച്ചു കിളിച്ചുണ്ട് മാമ്പഴം കടിച്ചുകൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനെ എന്നോട് കിന്നാരം പറഞ്ഞവനെ വെളുക്കുമ്പോ കുളിക്കുവാൻ പോകുന്ന വഴിവക്കിൽ വേലിക്കൽ നിന്നവനെ കൊച്ചു കിളിച്ചുണ്ട് മാമ്പഴം കടിച്ചുകൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനെ എന്നോട് കിന്നാരം പറഞ്ഞവനെ കളിവാക്കു പറഞ്ഞാലും കാര്യം പറഞ്ഞാലും കാതിലും മധുവാട് കളിവാക്കു നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: മണ്ടൻ മുത്തപ്പ, സമൃദ്ധ രമേശ്, സൈനബ, ശ്രേയ പ്രകാശ്, ഒറ്റക്കണ്ണം പോക്കർ, സന്മയ ഷമേഷ്. രചന, സംവിധാനം ജയൻ മേലക്. അവതരണം ബഹറിൻ പ്രതിഭ ബാലവേദി. എന്റെ മാഷെ, എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അതിജീവിക്കുന്നവരാണ് ഈ നാടകക്കാരൻ. കൊറോണ വന്നിട്ട് ഇപ്പൊ 2 വർഷമായിട്ട് ഈ മാസ്ക് മാറ്റാനുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് അരങ്ങിൽ പട്ടിണിക്കും ദാരിദ്ര്യത്തിനും വേണ്ടി ഗർഭിച്ച നാടകക്കാരൻ ഇന്ന് വെറും പട്ടിണിയാണ്.
ഒരുപാട് അവാർഡുകളും സമ്മാനങ്ങളും നേടിയവനാണ് നീ. എന്നിട്ടും എന്ത് പറ്റിയടാ നിനക്ക്? അല്ലാതെ ഒരുപാട് അവാർഡുകളും സമ്മാനങ്ങളും നേടിയിട്ടും നിങ്ങൾക്ക് ആരും ജോലി തന്നില്ലേ? എന്റെ ഉമ്മ, അതിന് ഞാൻ പോയത് ഒളിമ്പിക്സിലല്ല, ഉത്സവപ്പറമ്പിലും ക്ലബുകളിലും നാടകം കളിക്കാനല്ലേ. എന്റെ മാഷ് ഇപ്പോ ഡോക്ടർമാർക്ക്, എഞ്ചിനീയർമാർക്കും, എന്തിന് ഓട്ടോറിക്ഷക്കാർക്ക്, സാധാരണ കൂലിപ്പണിക്കാർ വരെ ഈ മാരിയുടെ കാലത്ത് സാധ്യതയുണ്ട്. സിനിമാക്കാർക്ക് ചാനലുകളുണ്ട്. പക്ഷേ നാടകം പഠിച്ചിറങ്ങുന്ന നാടകക്കാരന്റെ മുന്നില് വെറും ശൂന്യതയാണ്. അരങ്ങുറങ്ങി ഒപ്പം വരുമാനമാർഗവും പിടിച്ചിരിക്കാൻ പറ്റില്ല ഭക്ഷണം. അതുകൊണ്ടാ ഈ പണിക്കറിയത്. നിന്റെ നാടകം കൊണ്ട് വളർന്നവരല്ല. നിന്റെ നാടകം എവിടെയുണ്ടെങ്കിലും അമ്പലപ്പറമ്പിലാവട്ടെ, ഉത്സവ പറമ്പിലാവട്ടെ, വായനശാലയിലാവട്ടെ, ഞാനവിടെ നാടകം കാണാൻ തകർന്നാടിയ വേഷങ്ങൾ ഇപ്പോഴും എന്റെ മനസ്സുണ്ട്. അതൊക്കെ ഓർക്കുമ്പോ എന്റെ പേരിൽ ധനസമ്പാദനം നടത്താനല്ല ഞാൻ സംഘം ഉണ്ടാക്കിയത്. ഈ നാടിനെ മാറ്റാനാണ്. മതം മാറാതെ ജാതി മാറില്ല, ജാതി മാറാതെ മതം പോവില്ല. ഇത് മാറാതെ മനുഷ്യൻ നന്നാവില്ല. അറിയാവുന്നവരുടെ മക്കൾക്ക് വിദ്യാലയത്തിൽ പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ പറമ്പുകളിൽ ഞങ്ങൾ മുട്ടപ്പുലികൾ വിളിക്കും. ഇതാ വില്ലുവണ്ടി യാത്രയായി. സാമ്രാജ്യത്വം തുലയട്ടെ. ഇൻക്വിലാബ് സിന്ദാബാദ്. നിനക്ക് എന്താണ് പറ്റിയത്? പക്ഷേ നാടകക്കാരന് അല്ലെങ്കിൽ അമ്മയുടെ മടിത്തട്ട് പോലെയാണ്. നമുക്ക് മുമ്പേ നടന്നുപോയ തോപ്പിൽ ഭാസയും സുരാസവും അവരൊക്കെ അരങ്ങുവാണിരുന്ന കാലം, അരങ്ങിൽ വിപ്ലവം സൃഷ്ടിച്ച കാലം. ഒരു കൂട്ടം വിശേഷങ്ങൾ പറയാനുണ്ട്. ഇല്ലമ്പക കണ്ടും നീങ്ങി പൂക്കണ്ട. ഇവന്റെ മകൻ ശങ്കുണിയും അവരുടെ ചെക്കനും കൂടി കർഷക
കലോറയിൽ തൈരുടങ്ങാനിയായിട്ടുണ്ടാവും. അതെടുക്ക എങ്ങനെ പോവാ. മനസ്സിലായി ആരോരും തുണയില്ലാത്തോർക്ക് ഈ ചെങ്കുടി തടലാകുമെന്ന് എന്റെ പൊട്ട ബുദ്ധിയിലൊതിച്ച് ഇനി നമ്മൾ രണ്ടല്ല, നമ്മൾ ഒന്നാ. വിളിക്കടി വിളിക്കടി ഇത് നാളെയല്ല, ഇതെന്റെ ജീവിത രണ്ടാം വേഷം.